നമ്മൾ അടുത്ത ഫോക്കസിലേക്ക് കടക്കുകയാണ്. IS ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിച്ചു 15-കാരനെ എന്ന കേസിൽ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ NIA ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അത് ഈ കേസ് UAPA ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസാണ്. ഈ കേസ് NIAക്ക് കൈമാറും മുൻപ് തന്നെയാണ് NIA ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ വേഗത്തിൽ NIAയുടെ കൊച്ചി യൂണിറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെടുകയും പ്രാഥമിക വിവരശേഖരണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 15-കാരനെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നതാണ് പരാതി. അത് അമ്മയ്ക്കും രണ്ടാനച്ഛനും എതിരെയുള്ള ഒരു പരാതിയായിരുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ NIA ഇതിന്റെ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. NIAയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. 2021 നവംബർ 1-നും 2025 ജൂലൈ 31-നും ഇടയിലുള്ള നടന്ന സംഭവങ്ങളാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 2025 നവംബർ 14-നാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ്. അതാണ് ഇപ്പോൾ NIA ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയായ ISISൽ ചേരാൻ 15-കാരനെ പ്രേരിപ്പിച്ചു മാതാവും രണ്ടാനച്ഛനും എന്നതാണ് ഈ UAPA കേസിൽ പറയുന്നത്. സംഭവത്തിൽ NIAയും കേന്ദ്ര ഇന്റലിജൻസുമാണ് ഇപ്പോൾ സമാന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. യുവതിയും ഭർത്താവും കുട്ടിയും 2021 മുതൽ UK-യിൽ താമസിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം വെമ്പായത്ത് താമസിക്കുന്ന നെടുമങ്ങാട് സ്വദേശിയായ ക്രിസ്ത്യൻ യുവതി പത്തനംതിട്ട പന്തളം സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ചതിന് ശേഷം മതപരിവർത്തനം നടത്തുന്നു. ഇവരുടെ മകനാണ് ഈ 15-കാരൻ. ഇവർ UK-യിൽ താമസിച്ചു വരികയായിരുന്നു. പിന്നീട് ഇവരുടെ സുഹൃത്തായ ഒരു വെമ്പായം സ്വദേശിയായ അൻസാർ ഈ കുടുംബവുമായി അടുപ്പം പുലർത്തുന്നു UK-യിൽ വെച്ച് ഇയാൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി ഈ കുട്ടിയെ ISISലേക്ക് സ്വാധീനിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഇത് പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. തീവ്രമായ മതനിഷ്ഠകൾ പാലിക്കാൻ ഇയാൾ ആവശ്യപ്പെടുന്നത് പിതാവിന്റെ അനിഷ്ടത്തിനിടയാക്കുന്നു. ഇതോടെ അമ്മയും പിതാവും തമ്മിൽ അകലുകയും ഈ മാതാപിതാക്കൾ വേർപിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് യുവതി ഈ സുഹൃത്തിനൊപ്പം കുട്ടിയുമായി നാട്ടിലേക്ക് എത്തുന്നു. കുട്ടിയെ ആറ്റിങ്ങൽ സ്റ്റേഷൻ പരിധിയിലുള്ള അനാഥാലയത്തിലാക്കുന്നു. ഇതാണ് ഇത്രയും കാലയളവിനുള്ളിൽ സംഭവിച്ചത്. എന്നാൽ കുട്ടിയുടെ പെരുമാറ്റത്തിലെ ചില വ്യത്യാസങ്ങൾ ഈ അനാഥാലയത്തിൽ ഉള്ള അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇവർ കുട്ടിയുടെ പിതാവിന്റെ വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് കുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു, ഈ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഈ സംഭവത്തിൽ UAPA ചുമത്തി കുട്ടി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രണ്ടാനച്ഛൻ സംശയനിഴലിലാണ്. കാരണം 15 വയസ്സുകാരനെ ഈ ISൽ ചേരാൻ പ്രേരിപ്പിച്ച രണ്ടാനച്ഛൻ അൻസാർ എന്ന് പറയുന്ന വ്യക്തി കനകമല കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരനാണ് എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ കനകമല കേസിലെ മുഴുവൻ പ്രതികളും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലേക്ക് വരികയാണ്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 15-കാരന്റെ അമ്മയും രണ്ടാനച്ഛനും ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് നവംബർ 14-നാണ്. അതിനുശേഷം ഇവരെ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല. അപ്പോൾ ആപ്പിലാകും എന്ന് ബോധ്യപ്പെട്ട് ഇവർ നാട് വിട്ടിരിക്കുന്നു എന്ന വിവരമാണുള്ളത്. ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭീകര സംഘടനകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി നേരത്തെയും ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഒരു സമാന്തര അന്വേഷണമാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് NIA ഏറ്റെടുക്കുക. എന്തായാലും ഇപ്പോൾ സമാന്തര അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അനാഥാലയ അധികൃതർക്ക് തോന്നിയ സംശയമാണ് ഇപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കേസിന്റെ തലത്തിലേക്ക് ഇതിനെ എത്തിച്ചിരിക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഭീകര സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഗൗരവം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.